അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം പറ മക്കളെ, പറഞ്ഞു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയെ പ്രവേശിക്കാം. ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കുന്ന സമയമാണ്. കർത്താവെ, അങ്ങയുടെ മക്കൾ നിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൈകൾ കൂപ്പി ശിരസ്സ് നമിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളെ കാത്തിരിക്കുന്ന കർത്താവെ, നിൻ്റെ വലിയ കൃപ അങ്ങയുടെ മക്കളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ പ്രഭാതത്തെ ആശീർവദിക്കുന്നു. പ്രഭാതത്തിൻ്റെ എല്ലാ മനോവികാരങ്ങളുടെ കൂടെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. രാത്രി ഉണ്ടായിരുന്ന ചില അനിഷ്ട സംഭവങ്ങൾ കാരണം ഹൃദയഭാരമുള്ളവരുണ്ടാകാം. ഏതെങ്കിലും ഫോൺ വിളി കേട്ടതിൻ്റെ പേരിൽ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള എല്ലാ മക്കളും ആവശ്യമായ അനുഗ്രഹത്താൽ കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ ഉയർത്തി നിർത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരത്തെ മക്കളെ സ്പർശിക്കണമേ. അവിടെ യാത്രകളെ നീ ആശീർവദിക്കണമേ. അവിടെ സംരംഭങ്ങളെ നീ ആശീർവദിക്കണമേ. വീട്ടിൽ തന്നെ ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ജോലികളുണ്ട് ഈശോയെ. ഇന്ന് ഞായറാഴ്ചയായിട്ട് കുടുംബത്തിൽ തന്നെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉത്തരവാദിത്വം ജീവിക്കുന്നവരുണ്ട്. പുറത്ത് പോകാൻ വേണ്ടി വെച്ച സമയങ്ങളായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. കർത്താവ് എവിടെ പോയാലും നിൻ്റെ ചൈതന്യത്തിൽ തന്നെ അവർ നിലനിന്ന് പോകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, ഈ ആഴ്ച മുഴുവനും വേണ്ട പണി അന്വേഷിച്ച് പോകാനുള്ള ആൾക്കാർ ഞായറാഴ്ച അങ്ങനെ പോകാറുണ്ട് ഈശോയെ. അങ്ങനെയുള്ള തൊഴിലന്വേഷണകരെ നീ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജീവിത പങ്കാളികളെ അന്വേഷിച്ച് ഞായറാഴ്ചകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. ജീവിത പങ്കാളി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരുടെ ഉദ്യമങ്ങൾ കർത്താവ് തിങ്കളാഴ്ച നമ്മൾ ചെയ്തെടുക്കേണ്ട ജോലികളും ചെയ്യേണ്ട കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള കോപ്പുകൾ കൂട്ടുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കുടുംബത്തിൽ തന്നെ കർത്താവെ, പല കാര്യങ്ങളും ഇങ്ങനെ മാസങ്ങളായിട്ട് ചെയ്യാതെ കൂട്ടിയിട്ടിട്ട് തലവേദന പിടിച്ച് കാണുമ്പോൾ ഉറക്കം വരും. പഠിക്കാത്ത ചാപ്റ്റേഴ്സ് കാണുമ്പോൾ ഉറക്കം തന്നെ കുഞ്ഞുങ്ങളെപ്പോലെ കർത്താവെ, ചെയ്തു തീർക്കാത്ത ജോലികൾ ഓർത്തിട്ട് കോട്ടുവായും ഉറക്കവും വരുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ളവരുടെ എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്ത് മാറ്റാൻ അവരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സമാധാനത ബന്ധുക്കളെ കാണുന്നതിന് വേണ്ടിയും സ്വന്തപ്പെട്ടവരെ കാണുന്നതിന് വേണ്ടിയും രോഗികളെ കാണുന്നതിന് വേണ്ടിയും ഇന്ന് യാത്ര തിരിക്കുന്നുണ്ട്. ആ യാത്രകളെല്ലാം മംഗളമായിരിക്കാൻ വേണ്ടിയും അവർക്ക് ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ അവർ നിറയപ്പെടാൻ വേണ്ടിയും അവർ അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിനും മറിയം അഭിവാദനം ചെയ്തതുപോലെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം തുള്ളിച്ചാടാൻ വേണ്ടി ഇടയാക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വ്യാപരിക്കാൻ അങ്ങനെ മക്കളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദീർഘനാളായിട്ട് കർത്താവ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് കർത്താവ് ഇന്ന് നീ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതവർ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യമായി പറയാൻ ഇന്നത്തെ ദിവസത്തെ നീ പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നവരോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എല്ലാ മക്കളെയും കർത്താവെ ജീവിത മേഖലകൾ, അതുപോലെ കാർഷിക മേഖലകൾ, അതുപോലെ ക്രയവിക്രയ മേഖലകൾ, വ്യാപാര വ്യവസായ മേഖലകൾ, വിദ്യാഭ്യാസ മേഖലകൾ, അവിടെയെല്ലാം ഓരോരുത്തർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കർത്താവെ അവിടെ കഴിവുകൊണ്ടല്ല അങ്ങയുടെ കഴിവുകൊണ്ട് അവർക്കൊരു സന്ധിപ്പ് സമാധാനം കൊടുക്കാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവെ, ഇത്രയും നാൾ ചെയ്തു തീർക്കാത്ത ജോലികൾ ഇനി കുറച്ച് പണം കിട്ടാതെ ഒരു കാര്യവും നടക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. അവർ അങ്ങനെയുള്ളവരുടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നീ ആശീർവദിക്കുകയും അവരനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന എത്രയോ മനുഷ്യർക്കാണ് കൃപാസനത്തിൽ കർത്താവ് നീ ഒരു ചിന്തയുമില്ലാതെ അവർ ചോദിക്കാതെ പോലും നീ അവരെ നല്ല വഴികളിലേക്ക് കൊണ്ടുവന്നവർ അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങന്മാരുടെ മക്കൾ ഹൃദയത്തിൽ ഭാരമുള്ളവർ അത് മാറി സന്തോഷമാകട്ടെ. ശരീരത്തിൽ രോഗമുള്ളവർ അത് മാറി സന്തോഷമാകട്ടെ. പരസ്പരം ഭിന്നിച്ചിരിക്കുന്നവർ, വൈരാഗ്യപ്പെട്ടിരിക്കുന്നവർ, പരസ്പരം കണ്ടാൽ ഉടക്കുകയും ചീറ്റുകയും ചെയ്യുന്നവർ അവരെല്ലാം കർത്താവിൻ്റെ നാമം ഐക്യപ്പെടുക അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം നിന്നെയും നിൻ്റെ ഭവനത്തെയും നിൻ്റെ ജീവിതത്തെയും യേശുനാമത്തിൽ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു. മക്കളെ, പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ അറിയാവാം? വചനം വായിക്കുമ്പോൾ നമുക്കറിയാം ബൈബിളിൻ്റെ 30% 30% പ്രവചനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിലൂടെ നിറവേറേണ്ട വിഷയങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട വിഷയങ്ങളാണ്. നിറവേറാത്ത ഒരു വിഷയവും ദൈവം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് അതിനെ വിശ്വസിച്ച് പോകുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇടയ്ക്ക് പറഞ്ഞു നടക്കണം. നമ്മൾ ചിലപ്പോൾ ഗതി കേട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുമ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ കരുണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ കരുണ കാണിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ആമോസ് 9:14. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. അപ്പോൾ തകർന്നു പോയ കാര്യങ്ങൾ പുനരുദ്ധരിക്കുക. അപ്പം നിങ്ങളെ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാത്ത ആൾക്കാരാണെങ്കിലേ, ഇപ്പോൾ മഴ കൊണ്ട് കാറ്റ് കൊണ്ടൊക്കെ വീടുകൾ ഡിലാപ്പിഡേറ്റായി പോയ ജീർണിച്ചു പോയ ആൾക്കാരല്ലേ, അത് കാണുമ്പോൾ നിങ്ങൾ ഈ വചനം പറയണം. കാര്യം എന്താ വെച്ചാൽ വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ വചനത്തിൻ്റെ ഉള്ളിലും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ദൈവമാണ്. ആ വചനത്തെ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തെയാണ് നീ വിശ്വസിക്കണത്. മനസ്സിലായി? ഇപ്പം അച്ഛൻ പറഞ്ഞ് മനസ്സിലായ ഒരു വചനത്തെ വിശ്വസിച്ചാൽ എന്താണ്? അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നല്ലേ പറയണത്. അതിൽ യോഹന്ന 1:1 പറയണത് എന്താണ്? അപ്പോൾ ഒരു വചനത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. വചനം എന്താ പറയണത്? നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. അപ്പോൾ ഇന്ന് മുഴുവൻ നീ അത് പറഞ്ഞു നടക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കുമെന്ന്. അപ്പം നമ്മളത് കുറേ നാളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കർത്താവെ ഈ വചനം ജീവിതത്തിൽ നിറവേറാൻ ഇടയാക്കണമേ. കാര്യം ആ വിഷയത്തിൽ എത്രയോ പേര് വിശ്വസിച്ച് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? കാര്യം നമ്മളെക്കൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല. പണം കിട്ടാൻ വഴിയില്ല, കടം തരാൻ മാർഗമില്ല, ഒരു വഴിയും നമുക്ക് കാണുന്നില്ല. പക്ഷേ നമ്മൾ പറയണേ ഇല്ല, ഒരു വഴിയും കാണുന്നില്ല, പക്ഷേ ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്. എന്താ കാര്യം? ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന്. അത് വിശ്വസിക്കുമ്പോൾ എന്താണ്? അത് അവകാശമാക്കി മാറ്റുകയാണ് നമ്മളെ. ഓരോ വിശ്വാസിയും ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളുടെ അവകാശികളായി മാറുകയാണ്. അത് നമുക്ക് എടുക്കണമെങ്കിലേ ഹോശേയ 2:23 എടുത്ത്, അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. ഇത് കണ്ട ഹോശേയ 2:23 പറയണത് കരുണ ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ല. കയ്യിരിപ്പ് കൊണ്ടാണ്. ചിലപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ജീവിതം കണ്ടില്ലേ, ആൾക്കാർ പറയും അയാൾ ബോധമില്ലാത്തതാണ്, അവനൊക്കെ
അവനൊക്കെ എന്താണ് കണ്ടാൽ കുളിക്കേണ്ടി വരും എന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെ മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ മാർജിനലൈസ് ചെയ്ത് കളയും, നമ്മളിങ്ങനെ അരികുവൽക്കരിച്ച് കളയും. പക്ഷെ ദൈവം ഒരിക്കലും, അതാണ് ഇപ്പോൾ ഹെബ്രയർ 15:13-15 പറയണില്ലേ, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കാസ്റ്റ്, ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ലെന്ന് പറയുന്ന ദൈവമാണ് പറയണത്. കരുണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ല നിൻ്റെ കാര്യത്തിൽ, പക്ഷേ ഞാൻ നിന്നോട് കരുണ കാണിക്കും. എന്താണ്? യേശു ക്രിസ്തുവിലെ അവൻ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിക്കും. ആ തീരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് കരുണ കാണിക്കാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരോട് കരുണ കാണിക്കുന്നത്. അപ്പോൾ നിനക്കും ഒരു അവസരം കിട്ടും. നിൻ്റെ എല്ലാ തിന്മകളും നിൻ്റെ എല്ലാ ഐശ്വര്യക്കുറവും തകർന്ന് മാറ്റിക്കൊണ്ട് ദൈവം നിന്നെ സമുദ്ധരിക്കണം, പുനരുദ്ധരിക്കണം. ഒരു ദിവസത്തിനായി നീ നോക്കി പാർക്കണം കർത്താവിൻ്റെ വചനത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട്. അതിനോട് ബന്ധപ്പെട്ട വചനം 27:14 സങ്കീർത്തനം. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. അതാ നമ്മൾ കർത്താവിലാണ് പ്രത്യാശ. വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം ദൈവമായതുകൊണ്ട് നമ്മൾ ദൈവത്തിലാണ് പ്രത്യാശ. ദൈവത്തിൽ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. അത് ഈ പ്രത്യാശയാണ് നമുക്ക് ധൈര്യം നൽകണത്. അത് റോമ 5:5 അങ്ങനെയാണ്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം എന്താ നമ്മൾ അറിയുന്നതിന് മുമ്പ് പൗലോസ് പറയുന്ന പോലെ കഷ്ടത സഹനശീലം ആത്മധൈര്യം തരുന്നതാണ്. അപ്പോൾ ഈ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ദൈവത്തിൻ്റെ കരുണയിൽ കരുണ അർഹിക്കാത്തവരോട് ഞാൻ കരുണ കാണിക്കുമെന്ന് പറഞ്ഞ ദൈവം നിനക്ക് വേണ്ടി കരുണയുമായി നിൻ്റെ ഐശ്വര്യവുമായി നിൻ്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരും. അത് നിനക്ക് ഓഹരിയാകാൻ അവകാശമാകാൻ നീ വിശ്വസിച്ച് കാത്തിരിക്കുക. എൻ്റെ പേര് ടിനു ജോസ്. ഞാൻ വയനാട് മുള്ളംകൊല്ലി ഇടവകയിൽ നിന്നും വരുന്നു. ആദ്യമേ തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് അമ്മയെ മഹത്വപ്പെടുത്താനായി ഭാഗ്യം തന്നതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. 2022 സെപ്റ്റംബർ 30 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനും ഒരുപാട് നാളുകൾക്ക് മുമ്പേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ വിശ്വാസമില്ലായിരുന്നതുകൊണ്ട് ഒരിക്കൽ പോലും കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം ആദ്യം ഞാൻ PG പാസ് ഔട്ടായി കാനഡയിലേക്ക് പോകാനായി ആഗ്രഹിച്ച് IELTS കോച്ചിങ്ങിന് ചേർന്നു. മെയ് മാസത്തിൽ IELTSന് ഡേറ്റ് എടുത്തു. എക്സാമിൻ്റെ സമയത്ത് റീഡിങ് എനിക്ക് ഒത്തിരി ടഫായിരുന്നു. എൻ്റെ മമ്മി കൃപാസനത്തിൽ മാതാവിൽ ഒരുപാട് വിശ്വസിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ ഇവിടെ വരാനായി സാധിച്ചിരുന്നില്ല. എങ്കിലും മമ്മി പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ IELTS എക്സാം നടക്കുന്ന സമയത്തും മമ്മി അൾത്താരയുടെ മുന്നിലിരുന്ന് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. റീഡിങ്ങിന് അവസാനത്തെ 10 മിനിറ്റ് ഉള്ളപ്പോൾ എനിക്ക് 10 ക്വസ്റ്റ്യൻസ് ബാക്കി അറ്റൻഡ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്യാനുള്ള സമയമില്ല. ഞാൻ മാതാവിനോട് എത്രയും തേയുള്ള മാതാവെ ചൊല്ലി, മാതാവേ നീ എനിക്ക് ആൻസേഴ്സ് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ആ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞിറങ്ങുമ്പോഴേ എനിക്കറിയാമായിരുന്നു എൻ്റെ ഈശോ എനിക്ക് തന്നില്ല എങ്കിൽ ഈ എക്സാം ഞാൻ പാസ്സാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആ 10 ക്വസ്റ്റ്യൻ തെറ്റിയാൽ എനിക്ക് IELTS പാസ്സാവില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും ഈശോയോട് ഒരുപാട് പ്രാർത്ഥിച്ചു. മമ്മി പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിയും പ്രാർത്ഥിച്ചിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി ഞാൻ IELTS പാസ്സായി. അങ്ങനെ ജൂണിൽ ഞാൻ കാനഡയിലേക്കുള്ള കോഴ്സിനായി അപ്ലൈ ചെയ്തു. ആ മാസം തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നതിനാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും മമ്മിക്ക് സാധിച്ചില്ല. അപ്പോഴും ഉടമ്പടിയിൽ വിശ്വാസമില്ലായിരുന്നതുകൊണ്ട് ഞാൻ മമ്മിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് എനിക്കൊരു സങ്കടമോ ഒന്നും തോന്നിയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോയി. ജൂലൈ ആയി, ഓഗസ്റ്റ് ആയി, സെപ്റ്റംബർ ആയി. എല്ലാവർക്കും മാക്സിമം 1 മാസം കൊണ്ട് വരുന്ന ഓഫർ ലെറ്റർ എനിക്ക് 3.5 മാസമായിട്ടും വരുന്നില്ല. ഞാൻ നിരാശയിലേക്ക് വീഴാൻ തുടങ്ങി. എല്ലാവരും എന്നോട് കാനഡയിലേക്ക് പോകുന്നത് എന്തായി, ഓഫർ ലെറ്റർ വന്നില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ഫേസ് എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. പള്ളിയിൽ പോലും പോകുമ്പോൾ ആളുകൾ ഇത് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാനില്ലാതായി ആകെ ബുദ്ധിമുട്ടിലായി. അപ്പോഴൊക്കെ എന്നെ ഈ കൃപാസനത്തിലേക്ക് ആരോ വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. എനിക്ക് ഇവിടെ വരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായി എന്നെ ആരോ ഇങ്ങോട്ട് വിളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ എവിടെ തിരിഞ്ഞാലും കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ കൃപാസനം എന്ന പേരും കൃപാസനത്തിൻ്റെ പത്രവും കൃപാസനത്തിൽ പോകുന്ന ബസ്സും ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഞാനിവിടെ വരാനായി തീരുമാനിച്ചു. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുത്തുവേദന വരുമായിരുന്നു. മാസത്തിൽ ഒരിക്കൽ എന്ന വണ്ണം കഴുത്തുളുക്കുക, അത് പിന്നീട് ഫിസിയോതെറാപ്പി ചെയ്യുക, അങ്ങനെ വല്ലാത്ത വേദനയിലും കാര്യങ്ങളിലുമൊക്കെ ആയിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരാനായി തീരുമാനിച്ചപ്പോഴും എൻ്റെ കഴുത്ത് ഉളുക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഞാനിവിടെ വരാനായി തീരുമാനിച്ച അന്ന് ആ ഉളുക്കിയ വേദന
പൂർണ്ണമായി മാറുകയും പിന്നീട് ഇതുവരെ 3 മാസമായി എനിക്ക് ആ വേദന ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ 12 മണിക്കൂറൊക്കെ നീളുന്ന യാത്രകൾ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്തിട്ടും ഒരുപാട് പണികൾ ചെയ്തിട്ടും ഒക്കെയും എനിക്ക് ആ വേദന പിന്നീട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ മാതാവ് എനിക്ക് ആ അസുഖം പൂർണ്ണമായി മാറ്റിത്തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനായി ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാനിവിടെ കേൾക്കുന്നത്, ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് ഒരു ചേച്ചി കാനഡയ്ക്ക് പോകാനായി അപ്ലൈ ചെയ്ത് ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് 4 പേർക്ക് ഒന്നിച്ച് വിസ വന്ന ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ കേട്ടിരുന്നത്. അപ്പം ഞാനെൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഈ ചേച്ചിയെ പോലെ നിൻ്റെ നാമം മഹത്വപ്പെടുത്താനായി ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായി എനിക്കും അവസരം തരണമെന്നായിരുന്നു ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി. 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. എനിക്കിവിടെ കോട്ടയത്ത് എൻ്റെ ചേച്ചിയുടെ വീടുണ്ടായാൽ അവിടെയായിരുന്നു ഞാൻ. വീട്ടിൽ തിരിച്ചു തന്നാണ് എനിക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടുന്നത്. ഞാൻ അന്ന് ജീവിതത്തിൽ ആദ്യമായി ആദ്യ കുർബാനയ്ക്ക് കുമ്പസാരിക്കുന്ന പോലെ 10 കൽപ്പനകളും അനലൈസ് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി പോയി കരഞ്ഞ് അനുദപിച്ച് ഞാനൊരു നല്ല കുമ്പസാരം നടത്തി. ഒക്ടോബർ 6-ാം തീയതി വൈകുന്നേരത്തെ പ്രാർത്ഥനയോട് കൂടി എൻ്റെ ഉടമ്പടി തുടങ്ങി. ആ പ്രാർത്ഥന ചൊല്ലി എഴുന്നേറ്റ് ആ നിമിഷം തന്നെ എനിക്ക് എൻ്റെ ഫോണിൽ മെയിൽ വന്നു. 3.5 മാസമായി എനിക്ക് വരാതിരുന്ന ഓഫർ ലെറ്റർ എൻ്റെ മാതാവ് എനിക്ക് നൽകി. ആ നിമിഷത്തോട് ഞാൻ തിരിച്ചറിയുകയായിരുന്നു, എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നതും എന്നെ കൈവെളിയിൽ കൊണ്ടു നടക്കുന്നതും. ആ നിമിഷം തൊട്ട് അന്ന് തൊട്ടും ഇന്ന് വരേക്കും മാതാവ് എന്നെ അമ്മയുടെ കൈവെളിയിലാണ് കൊണ്ടു നടന്നിരുന്നത്. 10 ദിവസങ്ങൾക്കകം എനിക്ക് 18 ലക്ഷം രൂപ ഫീസ് അടയ്ക്കണം. കയ്യിലാകെയുള്ളത് 3-4 ലക്ഷം രൂപ മാത്രം. പക്ഷേ ആരോട് ചോദിക്കും, എവിടെ നിന്നുണ്ടാക്കും എന്ന് ഒരു നിമിഷം പോലും ടെൻഷൻ എടുക്കാൻ എൻ്റെ മാതാവ് എനിക്ക് ഇടവരുത്തിയില്ല. അന്ന് തന്നെ എനിക്ക് എൻ്റെ കസിൻ ചേച്ചിയുടെയും അങ്കിളിൻ്റെയും കോൾ വന്നു, നിങ്ങൾ ഒരു കാരണവശാൽ ടെൻഷൻ അടിക്കേണ്ട, അക്കൗണ്ട് നമ്പർ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കോളുകൾ വന്നു. ഞങ്ങൾ അവരോട് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നോ ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല എന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മാതാവ് പറഞ്ഞിട്ടെന്ന വണ്ണം അവരെ വിളിക്കുകയായിരുന്നു. അങ്ങനെ 10 ദിവസങ്ങൾ കൊണ്ട് 18 ലക്ഷം രൂപ ഫീസ് അടച്ചു. എനിക്ക് വന്നിരുന്നത് കണ്ടീഷണൽ ഓഫർ ലെറ്ററാണ്. 25 ദിവസങ്ങൾക്കകം കോളേജിൽ ട്രാൻസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യണം. യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ 2 മാസങ്ങൾ കൊണ്ടേ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടൂ എന്ന് പറഞ്ഞു. 6 ഓഫീസുകൾ 2 തവണ കയറി ഇറങ്ങേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് ട്രാൻസ്ക്രിപ്റ്റ്. ആദ്യം ഒന്ന് അപ്രൂവലിന് വേണ്ടിയും രണ്ടാമത് സൈനിന് വേണ്ടിയും. നിങ്ങൾ ആരെക്കൊണ്ട് റെക്കമെൻഡ് ചെയ്താലും അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എടുത്ത് 2 മാസം കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വരുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് നീ സമയത്തിൻ്റെ മേൽ അധികാരമാണ് മാതാവേ, എനിക്ക് നീ 20 ദിവസം കൊണ്ട് നവംബർ 3 എന്ന ഡേറ്റിന് നീ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തരണം. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നവംബർ 3-ആയി. 3-ന് രാവിലെ ആയിട്ടും എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നില്ല. ഇങ്ങനെ ഒത്തിരി വിഷമത്തിലായി. അന്ന് തന്നെ എനിക്ക് ഏജൻസിയിൽ നിന്നും കോൾ വന്നു, ഇനി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ജാനുവരി ഇൻടേക്കിലേക്ക് പോകാൻ സമയമില്ല, മേലേക്ക് ഡിഫർ ചെയ്യണമെന്ന് ചോദിച്ചു. ഇത് 2 കൂടി ആയപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഞാൻ മമ്മിയോട് ചോദിച്ചു എന്ത് ചെയ്യണം. മമ്മി പറഞ്ഞു, നീ മാതാവിനെ ഏൽപ്പിച്ചതല്ലേ, ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, മാതാവ് തരും. അങ്ങനെ ഞാൻ പോയിരുന്ന് ഫോണിൽ ആർക്കെങ്കിലും സാക്ഷ്യം അയക്കാമെന്ന് ഓർത്ത് ഫോൺ എടുത്തപ്പോൾ ആദ്യം കാണുന്നത് ഒരു ചേച്ചിയുടെ 2 വർഷം കൊണ്ട് ലഭിക്കേണ്ട കാനഡ PR വിസ 10 ദിവസങ്ങൾ കൊണ്ട് ലഭിച്ച ഒരു സാക്ഷ്യമാണ്. അത് കണ്ടപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. 2 വർഷം കൊണ്ട് ലഭിക്കേണ്ട വിസ 10 ദിവസം കൊണ്ട് കൊടുക്കാമെങ്കിൽ എൻ്റെ മാതാവിനെ എനിക്കും ഇത് സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായി. അരമണിക്കൂറുകൾ കൊണ്ട് എനിക്ക് മെയിൽ വന്നു. 2 മാസം കൊണ്ട് വരുന്ന ട്രാൻസ്ക്രിപ്റ്റ് എനിക്ക് ഞാൻ ചോദിച്ച ഡേറ്റിന് 20 ദിവസം കൊണ്ട് എൻ്റെ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ വിസയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങി. ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാനും എൻ്റെ മമ്മിയും കൂടെ അനുഷ്ഠിച്ചു. ഞങ്ങൾ രോഗികളെ സന്ദർശിക്കുകയും ഹോസ്പിറ്റലുകളിൽ പോവുകയും വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും വീടിനടുത്തുള്ളൊരു സ്പെഷ്യൽ സ്കൂളിൽ പോവുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് ഉടമ്പടിയുടെ മഹത്വവും നമ്മൾ ഈ ഉടമ്പടി ചെയ്യുന്നതുകൊണ്ടുള്ള ശരിക്കും ഒരു മൂല്യവും കാര്യങ്ങളും ഒക്കെ ശരിക്കും മനസ്സിലായത്. അങ്ങനെ നവംബർ 25 കൂടി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് ജനുവരിയിലേക്ക് വിസ വരാനായിട്ട് ഒട്ടും തന്നെ സമയം ഉണ്ടായിരുന്നില്ല. കേട്ടവരെല്ലാം എന്നോട് ചോദിച്ചു, നിനക്ക് വട്ടാണോ എന്ന്. കാരണം 3-4 മാസങ്ങൾക്ക് മുമ്പ് പോലും വിസയ്ക്ക് അപ്ലൈ ചെയ്തവരുടെ വിസ ഇതുവരെയും വന്നിട്ടില്ല. ഒരു കാരണവശാലും മാനുഷ്യ സഹജമായി ചിന്തിച്ചാൽ എൻ്റെ വിസ വരികയില്ല. പക്ഷെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവിന് എനിക്ക് തരാമെങ്കിൽ ഉറപ്പായും സമയത്തിൻ്റെ മേൽ അധികാരമുള്ള എൻ്റെ മാതാവ് ഈ വിസയും എനിക്ക് നൽകുന്നു ഞാൻ അവരോടെല്ലാം പറഞ്ഞു നടന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ ഇവരോട് എല്ലാവരോടും പറഞ്ഞതാണ് നീ എൻ്റെ വിസ എനിക്ക് തരുമെന്ന്. നീ എനിക്ക് തന്നില്ല എങ്കിൽ നിൻ്റെ നാമത്തിന് കോട്ടം വരും. ഞാൻ പറഞ്ഞത് പ്രതി ആ നാമത്തിന് കോട്ടം സംഭവിക്കാനായി നീ അനുവദിക്കരുത് എന്നാണ് ഞാൻ അന്തൊട്ട് ഇന്ന് വരേക്കും പ്രാർത്ഥിച്ചത്. ഞാൻ ഒരിക്കൽ പത്രം കൊടുക്കാനായിട്ട് പോയപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഒരു ചേട്ടൻ ഞാനത് എൻ്റെ ഉപജീവന മാർഗത്തിനായി കൊടുക്കുന്നതിന് തെറ്റിദ്ധരിച്ച് ആ ചേട്ടൻ എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാം, ബസ് കാശുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്.
ഞാൻ ചേട്ടനോട് എത്ര സംസാരിച്ചിട്ടും ആ ചേട്ടന് മനസ്സിലാവുന്നില്ല ഞാനൊരു സോഷ്യൽ സർവീസായിട്ട് ചെയ്യുന്നതാണെന്ന്. ആ പത്രത്തിൻ്റെ വിലയായ 5 രൂപ കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ രൂപം കണ്ടുകൊണ്ടായിരിക്കാം ആ ചേട്ടൻ അങ്ങനെ ചോദിച്ചത്. ഒരുപക്ഷെ ഉടമ്പടിയിലല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ നിമിഷം ആ ചേട്ടനെ തെറ്റിദ്ധരിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതിനെ. പക്ഷേ എനിക്കപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആനന്ദം നിറയുകയാണ് ചെയ്തത്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, ഈശോയെ പ്രതി നിന്ദനം സഹിക്കേണ്ടി വരുമ്പോൾ അത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുമെന്ന്. ഞാൻ ആ ചേട്ടനോട് കുഴപ്പമില്ല ചേട്ടാ, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവിടെ വന്ന് പോന്നു. അങ്ങനെ പലയിടത്തും പത്രം വിതരണങ്ങൾ ചെയ്യുമ്പോഴൊക്കെ പലരുടെയും കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മാതാവിനോട് എനിക്ക് ഡിസംബർ 7-ാം തീയതി, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതി എൻ്റെ വിസ തരണമെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം 10-12 ദിവസങ്ങൾ മാത്രമേ ഡിസംബർ 7-നുള്ളൂ. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ മാക്സിമം ചെയ്തു. ഡിസംബർ 7-ആയി. അന്നേ ദിവസം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ 7-ന് എൻ്റെ വിസ വന്നില്ല. അന്ന് എനിക്ക് ഒത്തിരി നിരാശയുണ്ടായി. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ നീ എന്നെ പറ്റിച്ചല്ലേ? ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇനി എന്ത് ചെയ്യും? മമ്മി പറഞ്ഞു, നീ വിഷമിക്കണ്ട, മാതാവിനെ ഏൽപ്പിച്ചതല്ലേ, 10 ദിവസം കൊണ്ടൊക്കെ വിസ തരാൻ നമ്മൾ വിശുദ്ധരൊന്നുമല്ലല്ലോ, നമ്മൾ പാപികളല്ലേ, നീ പ്രാർത്ഥിക്ക്, നീ ഹോപ്പ് വിടാതെ പ്രാർത്ഥിക്ക്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഡിസംബർ 8-ാം തീയതി അമരോത്ഭവ ദിനത്തിലെങ്കിലും വിസ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അന്നും വന്നില്ല. പിന്നീട് എൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നൊരു ഡേറ്റ് 13-ാം തീയതിയാണ്, ഡിസംബർ 13. എനിക്ക് പണ്ട് തൊട്ടേ 13 എന്ന നമ്പറിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് 13 എന്ന് പറയുന്നത് മാതാവിൻ്റെ നമ്പറാണ്. അതുപോലെ ഇന്ത്യയുടെ ബാഡ് ലക്കുള്ളൊരു നമ്പറുമാണ് 13-ാം തീയതി. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 13-ാം തീയതി നീ എൻ്റെ വിസ എനിക്ക് തരണം. പക്ഷേ ഞാൻ 13-ാം തീയതി വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ മമ്മിയോട് പറഞ്ഞില്ല. 13-ാം തീയതി രാത്രി 10 മണിയായപ്പോൾ കിടക്കുന്നതിന് മുമ്പായി മമ്മി എന്നോട് വന്ന് പറഞ്ഞു, വിസ വരികയാണെങ്കിൽ എത്ര രാത്രിയായാലും നീ എന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഡേറ്റ് മമ്മി എങ്ങനെ അറിഞ്ഞു? മമ്മിക്ക് ഇവിടുന്ന് മനസ്സിലായി ഞാൻ 13-ആണ് വെച്ച് പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് എൻ്റെ മാതാവ് എൻ്റെ വിസ തരും. അങ്ങനെ 13-ാം തീയതി ഞാൻ ചോദിച്ച ഡേറ്റിൽ 11 മണിക്ക് രാത്രി 11 മണിക്ക് ശേഷം എൻ്റെ മാതാവ് എൻ്റെ വിസ തന്ന് എന്നെ അനുഗ്രഹിച്ചു. വെറും 20 ദിവസങ്ങൾക്കുള്ളിൽ. എന്നെ കേട്ടവരും എൻ്റെ ഏജൻസിയിലുള്ളവർക്കും എല്ലാവർക്കും അത്ഭുതമായിരുന്നു. കാരണം 3-4 മാസങ്ങൾക്ക് മുമ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് പോലും ഇതുവരേക്കും വിസ വന്നിട്ടില്ല. മാനുഷികമായി ഒരിക്കലും അവരുടെ ഫയൽ എടുക്കാതെ എൻ്റെ ഫയൽ എടുക്കുകയില്ല. കാരണം എൻ്റെ ഫയലിൽ ഹൈലൈറ്റ് ആയി ഒന്നുമില്ല, അധികം മാർക്കോ അല്ലെങ്കിൽ ജോലി എക്സ്പീരിയൻസോ ഒന്നുമില്ല. വെറും ഒരു ബിലോ ആവറേജ് പ്രൊഫൈലായ എൻ്റെ പ്രൊഫൈൽ മാനുഷികമായി ഒരിക്കലും എടുക്കുകയില്ല. എൻ്റെ മാതാവ് കാനഡയിൽ പോയി ഇമിഗ്രേഷൻ ഓഫീസായിട്ടിരുന്ന് എൻ്റെ ഫയൽ എടുക്കണമേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എൻ്റെ ഫയലെടുത്ത് എൻ്റെ വിസ എൻ്റെ മാതാവ് എനിക്ക് അപ്രൂവ് ആക്കി തന്നു. അങ്ങനെ 1000 അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. അതുപോലെ തന്നെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന മറ്റൊരു നിയോഗമായിരുന്നു എൻ്റെ ചേച്ചിയുടെ കുടുംബത്തിൻ്റെ ആരോഗ്യവും സുരക്ഷയ്ക്കും വേണ്ടി. ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ് അവൾ കാനഡയ്ക്ക് പോകുന്നത്. അവർ കാനഡയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം അവരുടെ ഒരു അങ്കിളുടെ കോൾ ഞങ്ങൾക്ക് വന്നു. ഏതായാലും കാനഡയ്ക്ക് പോകുകയല്ലേ, നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് തൊട്ട് തലേ ദിവസം ഇൻഷുറൻസ് എടുത്തു. പോയി അവിടെ എത്തിയ ഒരാഴ്ചകൾക്കകം ചേച്ചിയുടെ 2.5 വയസ്സുള്ള കുഞ്ഞിന് പനി വരികയും പിക്സ് വരികയും എമർജൻസിയിൽ കാണിക്കേണ്ടി വരികയും ചെയ്തു. അതിന് ബില്ല് വന്നത് 2.5 ലക്ഷം രൂപയാണ്. അന്ന് ആ കോൾ ഞങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആ 2.5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വന്നേനെ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ കോൾ വന്നത് എൻ്റെ മാതാവ് വഴിയാണ്. എൻ്റെ മാതാവ് ഇത് മുൻകൂട്ടി കണ്ട് എൻ്റെ മാതാവാണ് ഞങ്ങളെ വിളിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ UK-യിലുള്ള കസിൻ ചേച്ചിയും ചേട്ടായും ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിരുന്നു. അവർ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ഞങ്ങളിവിടെ അവരുടെ പ്രതീകമായി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശും കയ്യിൽ വെച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവർക്ക് ടെസ്റ്റ് നടക്കുന്ന അതേ സമയം പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റുടനെ കോൾ വന്നു. 2 പേർക്കും ടെസ്റ്റ് പാസ്സായി. ആദ്യത്തെ ചാൻസിൽ തന്നെ ടെസ്റ്റ് പാസ്സായി. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത്. എൻ്റെ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. എങ്കിലും മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. പുറപ്പാട് 34:10 തിരുവചനമാണിത്. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങളാണ്, സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. ടിനു ജോസ്, ഈ മകൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് തന്നെ ഒത്തിരിയേറെ ആലോചിച്ചിട്ടാണ്. ഉടമ്പടിയിൽ അധികം വിശ്വാസമില്ലായിരുന്നു. ഉടമ്പടി എടുത്തത് കൊണ്ട് എന്താ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഈ മകൾക്കുണ്ടായിരുന്നത്. അപ്പോൾ മമ്മി അതിനെക്കുറിച്ച് പറയുമ്പോൾ പോലും, മമ്മിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാതെ പോകുമ്പോൾ പോലും ടിനുവിന് അതൊരു വിഷമമായിരുന്നില്ല. എന്നാൽ ആ ടിനു ഉടമ്പടി ജീവിതത്തോട്
എത്രമാത്രം വിശ്വസ്തതയാണ് കാണിച്ചതെന്നുള്ളത് പിന്നീടുള്ള ടിനുവിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിൽ തൻ്റെ മെറിറ്റ് കൊണ്ട് ഒന്നും നടക്കില്ല, ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രം വേണം എന്ത് നടക്കണമെങ്കിലും എന്നുള്ളതാണ് ആ കുഞ്ഞിന് ആദ്യമേ കിട്ടിയ ബോധ്യം. അതുകൊണ്ട് അവൾ നല്ല വിശുദ്ധ കുമ്പസാരം തന്നെ നടത്തി. ആദ്യ കുർബാനയ്ക്ക് എങ്ങനെ ഒരുങ്ങിയോ അതേപോലെ ഒരുങ്ങിയെന്നാണ് ടിനു ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മൾ വിശ്വസ്തരായിരുന്നാൽ, ഉടമ്പടിയുടെ വിശുദ്ധ ജീവിതം നമ്മൾ നയിച്ചാൽ, ആ ദൈവം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനായി ആ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ കൂടാരം നമ്മുടെ ഇടയിൽ വസിക്കും. ദൈവത്തിൻ്റെ കൂടാരമാണ് വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ വരികയും നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് ആദ്യമേ അറിഞ്ഞത് അമ്മയാണ്. അതിന് ആമേൻ പറഞ്ഞതും അമ്മയാണ്. അത് തന്നെയാണ് ഇവിടെ ടിനുവിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുക. വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയും അതിന് മാസങ്ങൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ അമ്മ ഈ മകളുടെ ജീവിതത്തിലേക്ക് തൻ്റെ സാന്നിധ്യം വർഷിക്കുകയാണ്. അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ്, സമയച്ചുരുക്കം, ഉടമ്പടിയുടെ കാതലായ ഒരു അംശം തന്നെയാണത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സ്ഥലകാലങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മ. ആ അമ്മ നമ്മുടെ കൂടെ വരും, ഓരോന്നിലും നമ്മെ കൈപിടിച്ച് സഹായിക്കും. നാം ചിന്തിക്കാത്ത രീതിയിൽ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നാം ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഇത് മനസ്സിൽ ചിന്തിക്കുന്നതാകാം, പക്ഷേ മനസ്സിൽ ചിന്തിക്കുന്നത് പോലും മാതാവ് നമുക്ക് അനുഗ്രഹമാക്കി തരും. തൻ്റെ പുത്രനോട് പറഞ്ഞ് അമ്മ നമുക്ക് വേണ്ടി എന്നും മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങൾ ടിനു പറഞ്ഞതും നമ്മോട് ആ ഒരു വെളിപ്പെടുത്തലാണ് ചെയ്യുക. അതായത് കാനഡയിൽ ചേച്ചിയും കുടുംബവും പോകാൻ പോകുന്നു. അപ്പോൾ വീണ്ടും ടിനുവിന് ഒരു ഇൻസ്പിറേഷൻ, ഒരു കോൾ വരികയാണ്. ഒരു ഇൻഷുറൻസ് എടുക്കണമെന്ന് ടിനു തന്നെ പറയുന്നു. ആ ഇൻഷുറൻസ് കൊണ്ട് എന്തുമാത്രം ഉപകാരമാണ് ആ കുടുംബത്തിനുണ്ടാവുക. എത്രയോ വലിയ ഒരു സാക്ഷ്യമാണ് ആ മകൾ ഇവിടെ നമ്മോട് പറഞ്ഞത്. തീർച്ചയായും ഇത്രയേറെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞ് തൻ്റെ ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തത പുലർത്തി, അതും എല്ലാ രീതിയിലും ഈ മകൾ രോഗി ശുശ്രൂഷയ്ക്ക് പോയി. അതുപോലെ വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചു. അവിടെയെല്ലാം തൻ്റേതായ രീതിയിൽ ആ മക്കളെയെല്ലാം ആശ്വസിപ്പിക്കുവാൻ ടിനു മുൻകൈയെടുത്തു. ഉടമ്പടി പത്രം കൊടുത്തപ്പോൾ ടിനുവിനെ അല്പം കളിയാക്കുന്ന രീതിയിൽ തന്നെ ടിനുവിനോട് സംസാരിച്ചപ്പോൾ ടിനു ഇവിടെ ആ മനസാന്നിധ്യം കൈവിടാതെ ടിനു പറഞ്ഞു, ഇതിനു മുമ്പായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പോന്നേനെ, പക്ഷേ ഇപ്പോൾ എനിക്ക് കരയുകയല്ല ഞാൻ ചെയ്തത്. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിന്ദനം സഹിച്ചാൽ ആ നിന്ദനം ഒരു ഭാഗ്യമായി തീരും. അതെനിക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലാണ്. അങ്ങനെയാണ് ടിനു ഇവിടെ നമുക്ക് വെളിപ്പെടുത്തിയത്. തീർച്ചയായും ഇത്രയേറെ ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തയായിരുന്ന മകളെ ഉയർത്തിയ നല്ല ദൈവത്തിന്, പരിശുദ്ധ അമ്മയ്ക്ക്, ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും കരമടിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ.